So we were discussing about the side effects of ethambutol. Ethambutol's common side effects are optic neuritis. Hence, we have to monitor color vision in between in order to see the development of optic neuritis. കുട്ടികളിൽ ഇതുകൊണ്ട് തന്നെ കൊടുക്കില്ല കാരണം അവർക്ക് കളേഴ്സിൽ ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റില്ല. The other side effects are nausea, vomiting, anorexia, headache, fever, and allergic reactions. So that is all about the first line anti-tubercular drugs. Second line നിങ്ങൾ പഠിക്കേണ്ട. Coming to the treatment of TB, ഇത് ടെക്സ്റ്റിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് TB എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് ATT റെജിമെൻ എന്ന് പറഞ്ഞ് ചോദിക്കാനുണ്ട്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഞാൻ പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇൻ ട്യൂബർക്ലോസിസ് ഇറ്റ് ഇസ് യൂഷ്വലി വി ഗീവ് എ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ്. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ കാരണം to delay the resistance, to reduce the toxicity as well as to shorten the duration of therapy. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മൾട്ടി ഡ്രഗ് റെജിമെൻ ATTയിൽ ഉപയോഗിക്കുന്നത്. സോ മൾട്ടി ഡ്രഗ് റെജിമെൻ എന്ന് ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. സോ കീമോതെറാപ്പി ATT ഡ്രഗ്സിലെ കീമോതെറാപ്പി രണ്ട് ഫേസുകളിലായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ഫേസ് ആണ്. ഇൻറ്റൻസീവ് ഫേസ് യൂഷ്വലി 1 to 2 മന്ത്സിലേക്കാണ് കൊടുക്കുക. ഇൻറ്റൻസീവ് ഫേസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു കിൽ ദ ബാസിലെ. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് in order to destroy the dormant ones. The duration is for about 4 to 5 months. So this is how we give chemotherapy in two phases, first phase and second phase. First phase, intensive phase, 1 to 2 months, kills the bacilli. Second phase, to kill the dormant ones, duration 4 to 5 months. Conventional ATT therapy കൊടുക്കുന്നത് 12 to 18 monthsലേക്കാണ്. So short treatment regimen എന്നിവ ഇതിൻ്റെ കോമ്പിനേഷൻ ഡ്രഗ്സ് ഇതൊക്കെയാണ്. ഐസോനിയാസിഡ് പ്ലസ് റിഫാംബസിൻ പ്ലസ് പിറാസിനാമൈഡ് പ്ലസ് എത്താംബ്യൂട്ടോൾ ഓർ സ്ട്രെപ്റ്റോമൈസിൻ ഇൻ ദ ഇൻറ്റൻസീവ് ഫേസ് ഫോർ 2 months, followed by isoniazid and rifampicin for 4 months, or a combination of isoniazid plus rifampicin plus pyrazinamide for 2 months and isoniazid plus rifampicin for 7 months. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കാണാതെ പഠിക്കേണ്ട കാര്യമാണ്. സോ ദയവ് ചെയ്ത് ഈ ഒരു എന്താ ഫോർമുല പോലെ പഠിച്ചാലും മതി. എക്സാമിന് എഴുതുമ്പോൾ ഓരോന്നിൻ്റെയും പേര് വെവ്വേറെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. So short regimen, it has rapid response, low failure rates, less resistance and better patient compliance. Now conventionally we use DOTS therapy. DOTS എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമേ ഇത് എഴുതാവുള്ളൂ. മെഡ്സെൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. DOTS എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ സൂപ്പർവിഷനിൽ നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്നതാണ് DOTS. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇറ്റ് ഇസ് ഗിവൻ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഡോട്ട്സിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെയൊക്കെയാണ്. ന്യൂ കാറ്റഗറി, അതായത് ന്യൂലി ഡയഗ്നോസ് പേഷ്യൻസ് ആണെങ്കിൽ 2HRZE പ്ലസ് 4HR. 2HRZE എന്ന് പറയുമ്പോൾ 2 monthsലേക്ക് ഐസോനിയാസിഡ്, റിഫാംബിസിൻ, പിറാസിനാമൈഡ് ആൻഡ് എത്താംബ്യൂട്ടോൾ. പിന്നെ സെക്കൻഡ് ഫേസിൽ 4 months തെറാപ്പിയാണ് വെർ വി ഗീവ് ഐസോനിയാസിഡ് ആൻഡ് റിഫാംബിസിൻ. ഇനിയിപ്പോൾ പ്രീവിയസ്ലി ട്രീറ്റഡ് കേസസ് ആണെങ്കിൽ 2HRZES, അതായത് 2 monthsലേക്ക് ഐസോനിയാസിഡ്, റിഫാംബിസിൻ, പിറാസിനാമൈഡ്, എത്താംബ്യൂട്ടോൾ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ. അല്ലെങ്കിൽ 1 മാസത്തേക്ക് HRZE, നമ്മളുടെ ഐസോനിയാസിഡ്, റിഫാംബിസിൻ, സ്ട്രെപ്റ്റോമൈസിൻ അല്ല, പിറാസിനാമൈഡ് ആൻഡ് എത്താംബ്യൂട്ടോൾ. ആൻഡ് ദി സെക്കൻഡ് conventional therapies for about 5 months where we give HRE, isoniazid, rifampicin and ethambutol. ടേബിൾ ആയിട്ട് ടെക്സ്റ്റിൽ വരച്ചിട്ടിട്ടുണ്ട്. ആ ടേബിൾ അതേപടി കാണാതെ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോട്ട്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. So in DOTS plus, that is a strategy in order to deal the multi-drug resistant tuberculosis and
in order to prevent the spread and development of multi-drug resistant regimen. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് തെറാപ്പി ഇത് വേറെ ചോദിക്കാറുണ്ട്, അതും ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. ഹിയർ ക്രീമോ പ്രൊഫലാക്സിസ് ഈസ് ഗിവൺ ഇൻ കോണ്ടാക്ട്സ് ഓഫ് ഓപ്പൺ കേസസ്, അതായത് ടി ബി ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ള അവരുടെ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ പ്രൊഫലാക്സിസ് കൊടുക്കും. ഓൾഡ് ഇനാക്റ്റീവ് ഡിസീസ് നോട്ട് ആഡിക്വേറ്റ്ലി ട്രീറ്റഡ്. ട്യൂബർക്ലോസിന് നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പാതി വഴിക്ക് നിന്ന് പോയ ആൾക്കാരൊക്കെ ആണെങ്കിൽ വി ഗീവ് INH isoniazid 5 mg daily for about 6 to 12 months. And HIV cases, those who are exposed to multi-drug resistant TB. ഇത്രയും കാര്യങ്ങൾക്കാണ് കോമൺലി കീമോപ്രൊഫിലാക്സിസ് നമ്മൾ കൊടുക്കുന്നത്. Coming to the nursing implications, you have to get a periodic LFT done, closely monitor clients with liver diseases, do not interrupt the therapy in between because resistance may occur, educate regarding the harmless discoloration of body fluids with rifampicin, report onset of jaundice, hypersensitivity reaction and persistence of GI disturbances, use other methods for contraception and oral contraceptives, because whenever you administer this drug it may interfere with the commonly used contraception methods. അതുകൊണ്ട് OCP എടുക്കരുത്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലും ബാരിയർ മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറയണം. Do not breastfeed the child during therapy unless indicated by the physician. So these are the common nursing implications. Hope you understood. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ATT ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ.